ചെറിയ കുട്ടികളാവുമ്പോൾ അവരെ സന്യാസത്തിലേക്ക് വിടുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങുണ്ട്. ഉപനയനം എന്നാണ് പറയുന്നത്. ഉപനയനം. ഈ ഉപനയനത്തിൻ്റെ ദിവസം ഈ സന്യാസത്തിലേക്ക് പോകുന്ന കുട്ടിയുടെ രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള സ്വത്തിൽ നിന്ന് വലിയ ഒരംശം ദാനം ചെയ്യണം, ദാനമായി കൊടുക്കണം. അങ്ങനെ ദാനം ചെയ്യുകയാണ്. സ്വത്ത് മാത്രമല്ല, ആ മകനെയും. ഏറ്റവും വലിയൊരു ദാനം ആ മകനെ സന്യാസത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്, വിടുന്നു എന്നുള്ളതാണ്. പിന്നെ സ്വത്തിലെ വലിയൊരംശവും ഇങ്ങനെ ദാനം ചെയ്യും. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് ദാനം ചെയ്ത് കഴിയുമ്പോൾ ആ പിതാവിന് കിട്ടുന്ന ഒരു പേരുണ്ട്. ആ പിതാവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് വിശ്വജിത്ത് എന്നാണ്. എന്താണ് വിശ്വജിത്ത്? വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവനും വിജയിച്ചവൻ, വിശ്വം മുഴുവനും നേടിയെടുത്തവൻ എന്നാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അയാളെല്ലാം നഷ്ടപ്പെടുത്തുന്നതോടെ എല്ലാം നേടുന്നൊരു മനുഷ്യനായി മാറുകയാണ്. സിദ്ദീഖ് തുമൂരിൻ്റെ കയ്യിലേക്ക് ആ അവാർഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ ഓർത്തത് അതാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ത്യജിച്ചിട്ടുണ്ടോ? സമയം, യൗവനം, പണം, ആരോഗ്യം. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങൾ പോലും അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. അവനവനെ കുറിച്ച് ആവശ്യത്തിലേറെ ആലോചിക്കുന്ന മനുഷ്യർക്കിടയിൽ അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലംവിട്ടു പോകുന്ന ഇങ്ങനെയുള്ള രക്തസാക്ഷികളുണ്ടല്ലോ. അത് മരിച്ചവരെ കുറിച്ച് മാത്രം പറയേണ്ടതല്ല. വിയർപ്പൊഴുക്കി ഇങ്ങനെ ജീവിക്കുന്ന, അപരന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്കും പറയേണ്ട പേരാണ്. ആന്റണി ഡി മെല്ലോ എന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു കഥയുണ്ട്. ആ കഥയിൽ 2 ചങ്ങാതിമാരുടെ കഥയും. അതിൽ ആ 2 ചങ്ങാതിമാരിൽ ഒരാൾ യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോയ ആള് എത്രയായിട്ട് തിരിച്ചു വരുന്നില്ല. കാത്തിരുന്ന് മറ്റേ ചങ്ങാതിക്ക് സങ്കടവും ആധിയും ഒക്കെ ഇങ്ങനെ പെരുകുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കാം. ആ ചങ്ങാതി വേറൊരാളുടെ കീഴിൽ ജോലിക്കാരനാണ്. അപ്പം ആ സമയത്ത് അയാളുടെ ബോസിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചങ്ങാതി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, എനിക്ക് പേടി കൂടുന്നുണ്ട്, എൻ്റെ ചങ്ങാതിയെ ഞാനൊന്ന് അന്വേഷിച്ചു പോവട്ടെ, അവന് വല്ലതും പറ്റിയോ എന്നറിയാൻ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ബോസ് പറയുന്നുണ്ട്, പോണ്ടടാ, അത് യുദ്ധമാണ്, അവൻ മരിച്ചിട്ടുണ്ടാവും, അവൻ തിരിച്ചു വരാത്തത് അവൻ മരിച്ചതുകൊണ്ടായിരിക്കും. പിന്നെ നീ കൂടി അവൻ അന്വേഷിച്ചു പോകുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു അപകടത്തിലേക്ക് നീയും എത്തും. പല രീതിയിൽ ഉപദേശിച്ചു നോക്കി, പക്ഷെ അയാള് വിടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ചോദിച്ച് സമ്മതം വാങ്ങി ഇവൻ ചങ്ങാതിയെ അന്വേഷിച്ചു പോവാണ് യുദ്ധക്കളത്തിലേക്ക്. കുറേ സമയം കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ആ ചങ്ങാതി ഇങ്ങനെ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ തോളിൽ അവന്റെ ചങ്ങാതി കിടക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ ആ ചങ്ങാതി മരിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ ആ ബോസ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? എടാ, നീ പോയത് വെറുതെ ആയില്ലേ? നീ പോയത് വെറുതെ ആയില്ലേ? അപ്പൊ ഇവൻ ചങ്ങാതി തോളിൽ കിടക്കെ ബോസിനോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഇല്ല, ഞാൻ പോയത് വെറുതെ ആയില്ല, ഞാൻ പോയത് വെറുതെ ആയില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ഓടി അവന്റെ അടുത്തേക്ക് എത്തി. അവൻ മരിച്ചിട്ടില്ലായിരുന്നു, അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ എന്നെ കണ്ടു.
എൻ്റെ മുഖം കണ്ടപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന്. എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന്. റിയാദിലുള്ള ഏതൊരു മനുഷ്യനും പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ ഒറ്റപ്പെടുന്ന നിമിഷം, ജീവിതത്തിന്റെ ദുർഘടമായ നിമിഷങ്ങളിൽ, മറ്റൊരാളും വരാനില്ലെന്ന് പേടിക്കുന്ന നിമിഷങ്ങളിൽ, ഈ അന്യനാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ആകെ ധൃതിപ്പെടുന്ന നിമിഷങ്ങളിൽ, ആകുലപ്പെടുന്ന നിമിഷങ്ങളിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഒരാൾ അവിടെ എത്തും. ഏത് മരുഭൂമിയിലേക്കും അയാൾ പാഞ്ഞെത്തും. അങ്ങനെ ഈ മനുഷ്യനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖമറിയുന്ന ഏതൊരു മനുഷ്യനും പറയാൻ സാധ്യതയുള്ള വാക്കാണ് ആന്റണി ഡിമെല്ലോ ആ കഥയുടെ അവസാനം എഴുതി വെച്ചത്. എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. 50,000-ലേറെ കിലോമീറ്ററുകളാണ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ, ആരുമില്ലാതെ വഞ്ചിക്കപ്പെട്ട മനുഷ്യരെ തേടിയിട്ട് 50-ലേറെ മനുഷ്യരെയാണ് ഈ ഒരൊറ്റ മനുഷ്യൻ രക്ഷിച്ചെടുത്തത്. ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ട് എത്ര മനുഷ്യരും അവരെത്ര കുടുംബങ്ങളുമാണ് ആശ്വാസത്തിന്റെ കരയിലേക്ക് നീന്തിക്കേറിയത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും. ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഉള്ളിലെ സാധ്യതയെ തിരിച്ചറിഞ്ഞത് അല്ലേ? ഇംഗ്ലീഷില് ചെറിയ അക്ഷരത്തിൽ ഐ എന്നെഴുതാറുള്ളത് ഒരു വരയും മുകളിൽ ഒരു കുത്തുമാണ് അല്ലേ? ഒരു വരയും മുകളിൽ ഒരു കുത്തും. തിരിച്ചിട്ടല്ലോ, അത് തിരിച്ചിട്ടല്ലോ. അത്ഭുതമാണ്. ഏതൊരു അയ്യയുടെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഇന്നലെ ഉച്ചക്കാണ് വന്നത്. ഇതുവരെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വീടുകളിലെ ഭക്ഷണമാണ് കഴിച്ചത്. ഞാനിന്ന് രാവിലെ ഒരു വീട്ടിലേക്ക് പോയി, ബഷീർക്കയുടെ വീട്ടിലേക്ക് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ 4 ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നത്. നവാൽ, എൻ്റെ ഉമ്മ, ബഷീർ. അപ്പൊ ഞങ്ങൾ 4 ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഉടനെ ഒരു ചോദ്യം, ചുക്ക് കാപ്പി വേണം. ഉടനെ ഒരു ചോദ്യം, ചുക്ക് കാപ്പി വേണം. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഇവിടെ ഉണ്ടോ ചുക്ക് കാപ്പി? ഉണ്ട്, ഇന്ന് എനിക്ക് വേണം. ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല ചൂടും എരിവുമുള്ള ചുക്ക് കാപ്പി കുടിച്ചതോടെ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഞാനപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയാം, ഞാനൊരു ഹോട്ടലിലാണ് പോയതെങ്കിൽ ഞാൻ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ മുതലാളി എന്നോട് ചോദിക്കുമോ ചുക്ക് കാപ്പി വേണോ? ചോദിക്കുമോ? ചോദിക്കും. എന്തിനാണ് മനുഷ്യന്മാർ ബസ്സിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പനിച്ചു വിറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമച്ച് തളരുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആള് ചിലപ്പോൾ ഒന്ന് ചോദിച്ചേക്കാം എന്താ പറ്റിയെന്ന്. അത്രയേ ഉള്ളൂ അല്ലേ? അതേ നമ്മൾ വീട്ടിലെത്തുമ്പോഴോ ആ ചുമയ്ക്ക് പകരം ചുക്ക് കപ്പിയെ ചൂടുള്ള വെള്ളമായി അല്ലേ, തൊണ്ട കഴുകാൻ ഉപ്പിട്ട ചുടുവെള്ളമായി, പുതച്ചു മൂടാൻ കമ്പിളിപ്പുതപ്പായി, ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ മനുഷ്യന്മാരായി. എന്തിനാണ് മനുഷ്യന്മാര്? ഇതിനാണ് മനുഷ്യന്മാർ. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് കഴിയാനും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നത്. അതല്ലേ കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാൽ പോലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത അത്രയും അന്തർമുഖനായ ഒരാളായിരുന്നു. ആ നിമിഷങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്, സന്യാസം അല്ലെങ്കിൽ സൂഫിസം ഇതൊക്കെ കുറച്ചുകൂടെ കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇപ്പം ഞാനങ്ങനെ ആലോചിക്കുന്നില്ല. 96 എന്നൊരു മൂവിയില്ലേ, അതിൽ വിജയ് സേതുപതിയെ ആദ്യമായിട്ട് കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. ആ പാട്ടില് വരി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? കരയിൽ വന്ന് പുറകെ പിടിക്കതു കടല്,
നരൈവന്ത പിറകെ പുതിയതു ഉലകെ. കരയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. കരയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കടൽ എന്താണെന്ന് മനസ്സിലായത്. നിലവന്ന് വീഴാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതം എന്താണെന്ന് മനസ്സിലായത്. എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടതാണ്. ചെറിയ കാലത്തിൻ്റെ വ്യത്യാസത്തിൽ ഒരു 10 വർഷം മുമ്പ് രണ്ടാമതും പോയതാണ്. അപ്പോൾ പിന്നെ അതേപോലെ എൻ്റെ ഇക്കാക്കയും മരിച്ചതാണ്. 26-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചതാണ്. അപ്പോൾ അവൻ്റെ പേരാണ് നമ്മുടെ മോനിട്ടിരിക്കുന്നത്. അസലം എന്നാണ് പുള്ളിയുടെ പേര്. മാഷായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ മോന് അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളും ആക്കാക്കയെ കണ്ടിട്ടില്ല, എൻ്റെ ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളുകളാണ് പോയത്. ഇപ്പോഴും ആ 3 ആളുകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയും. ഒരു ഫോട്ടോ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവരെ കുറിച്ചൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോ കാണുന്ന സമയത്തൊക്കെ, നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഫോണിലെ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാക്കയുടെ ഫോട്ടോ, ഉമ്മയുടെ ഫോട്ടോ, ഉപ്പയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ 3 ആളുകളെ കുറിച്ച് എപ്പോഴൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ 13 വയസ്സുകാരൻ്റെ ഒരു കൈ എൻ്റെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ടിങ്ങനെ തൊട്ട് തലോടും. ഞാനവനോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെന്നൊന്നും. പക്ഷെ അവന് മനസ്സിലായി എൻ്റെ ഉള്ളിൽ പൊള്ളുന്നുണ്ട്. ഞാൻ ഓർമ്മയുടെ വെയിലിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്നുണ്ട് എന്ന് ആ 13 വയസ്സുകാരന് മനസ്സിലായി. എന്തിനാണ് നമുക്ക് മനുഷ്യന്മാർ ഇതിനാണ്. നമ്മളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ കമ്പനി ആവട്ടെ, ബിസിനസ് ആവട്ടെ ഒക്കെ ഓഡിറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ ബന്ധങ്ങൾ. നമ്മൾ കാരണം നമ്മുടെ ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ, ഇമോഷണൽ ജീവികളാണ്. മിക്കവാറും നമ്മുടെ തീരുമാനങ്ങളാവട്ടെ, നമ്മുടെ പ്രതികരണങ്ങളാവട്ടെ ഏതെങ്കിലും ഒരു ഇമോഷന്റെ പുറത്തിരിക്കും. സ്നേഹത്തിന്റെ പേരിലാവാം, ദേഷ്യത്തിന്റെ പേരിലാവാം, വെറുപ്പിന്റെ പേരിലാവാം, അല്ലേ? പാസിംഗ് ഇമോഷൻസിന്റെ പേരിലാണ് മിക്കവാറും നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. ഇമോഷൻസിന്റെ പുറത്തുണ്ടാവുക. ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലക്കാരനായ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു അടിപൊളി പുസ്തകമുണ്ട്. നിങ്ങൾ പുസ്തകം വായിക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും പറ്റുമെങ്കിൽ ആ പുസ്തകം എവിടുന്നെങ്കിലും കിട്ടോ എന്ന് അന്വേഷിച്ച് വായിക്കേണ്ട പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് മുറിവുകൾ എന്നാണ്. വായിച്ചാലും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അസത്യങ്ങളോ കഥകളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കണ്ടതും അനുഭവിച്ചതായിട്ടുള്ള ഓർമ്മകളുടെ ഒരു ശേഖരമാണ്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഡൽഹിയിലെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ സ്റ്റോറി, റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ ഡൽഹിയിൽ ഒരു ചെറിയ ജോലി ചെയ്തിരുന്ന ആൾക്ക് പ്രമോഷൻ കിട്ടി വലിയ ശമ്പളത്തിലേക്ക് എത്തുക. ആ സമയം ആ പ്രമോഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത് പുതിയൊരു കാറ് വാങ്ങാണ്. അങ്ങനെ പുതിയൊരു കാറ് വാങ്ങി, തിളങ്ങുന്ന ഒരു കാറ് വാങ്ങി വീട്ടിലേക്ക് വന്ന് അദ്ദേഹം ഫാമിലിയോടൊപ്പം ഇങ്ങനെ പുറത്തേക്ക് പോവാണ് കാറിൽ. അങ്ങനെ ഒരു കടപ്പുറത്ത് പോയിട്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാഴ്ചകൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മോൻ അതിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. ഒരു സമയത്ത് അദ്ദേഹം ആ കാറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? മോൻ എന്തോ